ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് ഒരു വേദഭാഗത്തിലേക്ക് കടന്നു പോകാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം, അതിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. അവനവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ ഒന്ന് പുറപ്പെടുവിക്കരുത്. എന്നോടും നിൻ്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിൻ്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ വചനത്തിനായിട്ടൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഇന്ന് രാത്രി ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വെക്കുന്ന തീം ബ്രിങ്ങിങ് ബാക്ക് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യം മടക്കി കൊണ്ടുവരിക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുമ്പോൾ അതിൻ്റെ 32 മുതൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. മോശ പർവ്വതത്തിൽ ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ അവൻ ഇറങ്ങി വരാൻ താമസിച്ചു. ജനം ഉടനെ അഹരോന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, മോശ വരാൻ താമസിക്കുന്നു, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവത്തെ വേണം. ഉടനെ അഹരോൻ വന്ന ജനത്തോട് പറഞ്ഞു, ദേ, നിങ്ങളുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും ഭാര്യമാരുടെയും കാതിലെ അവരുപയോഗിച്ച പൊന്നാഭരണങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അതുപയോഗിച്ച് അവൻ ഒരു സ്വർണം കൊണ്ട് കാളയെ ഉണ്ടാക്കി ഇവർക്ക് വിട്ടുകൊടുത്തു. അതിൻ്റെ മുമ്പിൽ ഈ ജനം ആരാധിച്ചു തുടങ്ങിയപ്പോൾ പർവ്വതത്തിൽ നിന്ന് മോശയോട് ദൈവം പറഞ്ഞു, ദേ, ഇസ്രായേൽ ജനം പാപം ചെയ്യുന്നു, നീ ഇറങ്ങിച്ചെല്ല്. താഴേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ജനം ആർത്തു വിളിക്കുന്ന ഘോഷം യോശുവ കേട്ട് പറഞ്ഞു, പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു. അതിനവൻ ജയിച്ചാർക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റു നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതിഗാനം ചെയ്യുന്നവരുടെ ഘോഷമത്രേ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജനം ദൈവസന്നിധിയിൽ പാപം ചെയ്തത് കണ്ടിട്ട് മോശ ആ കാളക്കുട്ടിയെ തീയിലിട്ട് ചുട്ട് ജനത്തിന് വെള്ളത്തിൽ വിതറി അവരെ കുടിപ്പിച്ചു. അപ്പോൾ തന്നെ ദൈവം ആവശ്യപ്പെട്ടു, ഈ ജനത്തിന് ഒരു ന്യായവിധി ചെയ്യാൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ലേവിയ ഗോത്രം അതിന് മുന്നിട്ടിറങ്ങി സ്വന്തം സഹോദരങ്ങളെ കൊന്നുകളഞ്ഞു. അതിനുശേഷം അവരുടെ മേലൊരു ബാധ ദൈവം അയച്ചു എന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അഹരോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചതാകൊണ്ട് യഹോവയെ അവരെ ദണ്ഡിപ്പിച്ചു. ഉടനെ യഹോവ മോശയോട് പറയുകയാണ്, നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന ഈ ജനത്തെ അബ്രഹാമിനോടും ഇസാഖാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തിലേക്ക് നീ അവരെ കൊണ്ടുപോകൂ. അവർക്ക് മുമ്പാകെ ഞാൻ ഒരു ദൂതനെ അയക്കാം. ഇതിന് മറുപടിയായി മോശ പറയുകയാണ്, ദൈവമേ, അതാണ്
14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, മോശയോട് ദൈവം പറയുകയാണ്, മോശ, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ വരും, നിനക്ക് സ്വസ്ഥത കിട്ടും. ഉടനെ അവൻ പറയുകയാണ്, ദൈവമേ, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും. ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അവിടെ മോശ ദൈവത്തോട് പറയുകയാണ്, അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാൽ സകല ജാതികളിലും വെച്ച് ഞങ്ങൾ വിശേഷതയുള്ളവരാണ്. ഒരാമേൻ പറയാൻ എത്ര പേർക്ക് കഴിയും? ദൈവത്തിന് സ്തോത്രം. അതിനർത്ഥം ദൈവ സാന്നിധ്യം കൂടെ വരുന്ന വിശേഷത, ദൈവം കൂടെ നടക്കുന്ന ജനം. അതുകൊണ്ട് മോശ ദൈവത്തോട് പറയുകയാണ്, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഒരു വിശേഷതയുമില്ല. ഹേ പെന്തക്കോസ്തുകാരെ, നമുക്കുള്ള വിശേഷത എന്താണ്? ഇവിടെ മോശ പറഞ്ഞതുപോലെ നമുക്കുള്ള വിശേഷത മറ്റു സമുദായങ്ങളിൽ നിന്നുള്ള നമ്മെ വ്യത്യസ്തമാക്കിയത് എന്താണെന്നറിയാമോ? നമ്മുടെ നടുവിൽ വസിച്ചിരുന്ന ദൈവ സാന്നിധ്യമായിരുന്നു എന്ന് എത്ര പേർക്ക് ഉറപ്പ് പറയാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. നോക്കുക, ആ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ വെളിപ്പെടുത്തിയ ദൈവപ്രവർത്തികൾ കണ്ട തലമുറയല്ലയോ നമ്മൾ? നമ്മുടെ നടുവിൽ നടന്നിരുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗസൗഖ്യം, ജനം കൂട്ടമായി രക്ഷിക്കപ്പെട്ടത്, കൂട്ടമായി സ്നാനപ്പെട്ടത്, ഇതെല്ലാം നമ്മുടെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് ഒരു തലമുറയിൽ തെളിയിക്കപ്പെട്ടതാണ്. പക്ഷെ ഇന്ന് രാത്രി നമ്മളൊന്ന് റീതിങ്ക് ചെയ്യണം. നമ്മുടെ പിതാക്കന്മാരുടെ നടുവിൽ വെളിപ്പെട്ട ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാൻ ഇന്ന് രാത്രി എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടതുകൊണ്ട്, ഹല്ലേലൂയ, അതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ നടുവിൽ കാണാൻ കഴിയുന്നുണ്ട്. ദൈവശക്തിയുടെ അഭാവം ഒരു കാലത്ത് നമ്മൾ അനുഭവിച്ച ദൈവശക്തിയുടെ ഒരംശം പോലും നമ്മൾ ഇന്ന് അനുഭവിക്കുന്നില്ല. അത് സമ്മതിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അവർ കരങ്ങൾ ഉയർത്തി സമ്മതിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. മാത്രമല്ല, ആത്മീക മരവിപ്പ് നമ്മുടെ നടുവിലില്ലേ? പണ്ട് ഇങ്ങനൊരു യോഗം വെച്ചാൽ ആരും അനങ്ങാതിരിക്കില്ല, ആരും ശബ്ദമുയർത്താതിരിക്കില്ല, ആരും സ്തുതിക്കാതിരിക്കില്ല. ഹല്ലേലൂയ. വചന ശുശ്രൂഷ ആരംഭിക്കുമ്പോഴേക്കും ജനം ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിളിച്ചു പറയുമായിരുന്നു, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ട് എന്ന് അവർ വിളിച്ചു പറയുമായിരുന്നു. എന്നാലോ ഇന്ന് രാത്രി തിരിച്ചറിയണം, നമ്മുടെ നടുവിൽ ഉള്ള ആത്മീക മരവിപ്പ്, പ്രൈസ് ദി ലോർഡ്, പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തെക്കാൾ വൈകാരികതയുടെയും കഴിവിലുള്ള ആശ്രയങ്ങളിലേക്കും ജനം മാറിയപ്പോ നമ്മുടെ നടുവിൽ ദൈവപ്രവർത്തികൾ അന്യമായി. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ജനത്തോട് ചോദിക്കുന്നു,
നമ്മുടെ നടുവിൽ ദൈവപ്രവർത്തികൾ നടന്നിട്ട് എത്ര നാളായി? നമ്മുടെ നടുവിൽ രോഗശാന്തികൾ നടന്നിട്ട് എത്ര നാളായി? നമ്മുടെ നടുവിൽ വീര്യപ്രവർത്തികൾ നടന്നിട്ട് എത്ര നാളായി? ഈ രാത്രി ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ! അതരങ്ങൾ തുറന്ന് വിളിച്ചു പറയൂ, ദൈവമേ, ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി പറയാൻ തൻ്റെ ഇടമുള്ളവർ എത്ര പേരുണ്ട്? ദൈവമേ, ഒരിക്കൽ കൂടി എൻ്റെ സമൂഹത്തിന്റെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി അയക്കണമേ എന്ന് പറയാൻ എത്രവർക്ക് കഴിയും? Praise the Lord. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് ദൈവ സാന്നിധ്യം? ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന ദൈവിക തീ വെളിപ്പെടാറുണ്ട്. ദൈവിക തേജസ് ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൈവിക തീ മോശയ്ക്ക് വെളിപ്പെട്ടപ്പോ, ദൈവിക തേജസ് ആലയങ്ങൾ വെളിപ്പെട്ടപ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടെന്നറിയാം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സമൂഹ സാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ തീ അനുഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് താൻ പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു നെരുപ്പോടിനകത്ത് ഒരു തീയുടെ അനുഭവം താൻ അനുഭവിക്കുന്നു പറയാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു പെന്തിക്കോസ്തിൻ്റെ 3-ാം തലമുറക്കാരനാണ്. എൻ്റെ സഭയിലെ അമ്മച്ചിമാർ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തേജസ് ചുറ്റിയിട്ടുണ്ട് എന്ന്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വലിയ ആ സന്തോഷം ഉള്ളിൽ വന്നിട്ടുണ്ട് എന്ന്. എൻ്റെ അനുഭവം പറഞ്ഞാൽ, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോ ഞാൻ കരയാൻ തുടങ്ങും. ഹല്ലേലൂയ, വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇതൊക്കെ പണ്ട് സാധാരണ സംഭവമാണ്, അസാധാരണ സംഭവമൊന്നുമല്ല. ദൈവസഭയ്ക്കകത്ത് ഇതെല്ലാം സാധാരണ സംഭവമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്നോ, ഹല്ലേലൂയ, മരവിച്ചിരിക്കുന്ന, കുലുക്കമില്ലാതിരിക്കുന്ന ഒരു തലമുറ തന്നെ നമ്മുടെ നടുവിൽ എഴുന്നേൽക്കാനിടയായി. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, മോശയോട് ചേർന്ന് നിന്ന് ഈ രാത്രി പറയാൻ എത്രവർക്ക് കഴിയും? ഉറക്കം നിലവിളിക്കാൻ എത്രവർക്ക് കഴിയും? ദൈവമേ, അങ്ങയുടെ തിരു സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഒന്ന് വെളിപ്പെടണമേ. ഹല്ലേലൂയ, അങ്ങയുടെ സാന്നിധ്യം കൂടെ പോരണമേ. ഞങ്ങളെ വിശേഷത ഉള്ളവരാക്കി മാറ്റണമേ എന്ന് പറയാനത്തവർക്ക് ഇന്ന് രാത്രി കഴിയും. എല്ലാ കരങ്ങളും ഒന്ന് താട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഈ രാത്രി വെറുതെ നോക്കിയിരിക്കെ അല്ല, ഈ രാത്രി ഒന്നുകൂടെ ഞാൻ ശക്തമായി വിളിച്ചു പറയുന്നു, നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം തിരികെ കൊണ്ടുവരാൻ എത്രവർക്ക് ആഗ്രഹമുണ്ട്? അവ ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എന്താണ് ദൈവ സാന്നിധ്യം? സാന്നിധ്യം എന്നൊരു പദം ഞാൻ പഠിക്കാൻ നോക്കിയപ്പോൾ എല്ലാം ഞാൻ പറയാൻ പറ്റില്ലല്ലോ. പാനീം എന്നൊരു പദമാണ് എബ്രായ ഭാഷയിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം എ ക്ലോസ് ആൻഡ് പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ഗാഡ്. ഹല്ലേലൂയ. കർത്താവുമായുള്ള അടുത്തതും വ്യക്തിപരവുമായ കൂടിക്കാഴ്ച. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു ക്ലോസ് റിലേഷൻഷിപ്പ്, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. ദൈവവുമായി അടുത്തു ചെന്ന് അവനുമായി ചേർന്ന് അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന, അവനെ കാണുന്ന അനുഭവം, ഹല്ലേലൂയ, ഉണ്ടാകലാണ് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത്. മോശയ്ക്കത് കാണാൻ കഴിഞ്ഞു, പൗലോസിന് അത് കാണാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അവരുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് അല്ല, അവർ നിൽക്കുന്നിടത്ത് ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്ന് ദൈവവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെങ്കിൽ ഒരു കാലത്ത് നമ്മുടെ നടുവിലും ദൈവത്തെ കൂടിക്കാഴ്ച നടത്തുന്ന ജനം നമ്മുടെ നടുവിലുണ്ടായിരുന്നു.
Praise the Lord. ദൈവത്തെ മുഖാമുഖം സംസാരിക്കുന്ന ഒരു ജനം, സ്നേഹിതനോടൊന്ന പോലെ ദൈവത്തോട് അടുത്തു സംസാരിക്കുന്ന ജനം. ഹേ പെന്തക്കോസ്തരെ, ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമുക്കങ്ങനെ മുഖാമുഖം സംസാരിക്കുന്ന ഒരു എൻകൗണ്ടർ നമുക്കുണ്ടായിട്ടുണ്ടോ? എന്നാൽ ഈ കാലങ്ങളിൽ അതുണ്ടാകണ്ടേ? പക്ഷെ ഇന്ന് രാത്രി ഞാനിവിടെ പറയട്ടെ, ദൈവ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ മധ്യേ വസിക്കുക. ദൈവം ഇങ്ങനെ പറയുക, പുറപ്പാട് പുസ്തകം 25:8 മുതലുള്ള വാക്യങ്ങൾ പറയും, ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് എനിക്ക് വിശുദ്ധ മന്ദിരം വേണം. ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് തൻ്റെ ജനത്തിൻ്റെ നടുവിൽ നടക്കുക. ലേവ്യ പുസ്തകം 28:11 മുതൽ 12 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും, എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കയില്ല. അടുത്ത പദം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഓ, എത്ര പേർക്ക് സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ദൈവത്തിൻ്റെ കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ. ഹല്ലേലൂയ. ഒന്ന് ദൈവത്തെ മഹത്വപ്പെടാൻ എത്ര പേർക്ക് കഴിയും? ഞാൻ ഇന്ന് രാത്രി എന്നെക്കുറിച്ചല്ലല്ലോ പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മളെ അറിയുന്ന, നമ്മളെ സൗഖ്യമാക്കിയ, നമുക്ക് വിടുതൽ നൽകിയ, നമുക്ക് ജയം നൽകിയ, നമ്മളെ പരിപാലിച്ച, നമ്മളെ കരുതിയ ആ ദൈവത്തെക്കുറിച്ച് പറയും. ഇന്ന് രാത്രി അനുഭവമുള്ളവർക്ക് അതരങ്ങൾ അടയ്ക്കാൻ പറ്റില്ല. ശക്തമായി ദൈവത്തിന് മഹത്വം കൊടുക്കൂ. ഈ രാത്രി ഈ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ തണുപ്പൊന്ന് ബ്രേക്ക് ചെയ്യണ്ടേ? ഇതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി ഇറങ്ങി വരണ്ടേ? ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം എന്ന് പറയുമ്പോൾ ദൈവം കൂടെ നടക്കുക, ദൈവം കൂടെ നടന്നു വരിക. പുതിയ നിയമത്തിൽ കണ്ടില്ലേ, പത്രോസ് അങ്ങോട്ട് നടക്കുമ്പോൾ അവൻ്റെ നിഴൽ തട്ടി ജനം എഴുന്നേൽക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ കൂടെ നടന്നില്ലേ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദാസന്മാരെ, ഈ രാജ്യത്ത് വേണ്ടത് കേവലം കുറെ പ്രസംഗമല്ല. ഈ രാജ്യത്ത് ഇന്ന് ആവശ്യം കുറെ ഹല്ലേലൂയ ശബ്ദമുണ്ടാക്കുന്ന ആളുകളെ അല്ല. ദൈവം കൂടെ നടക്കുന്നു. ജീവനുള്ളൊരു ദൈവമുണ്ടെന്ന് ഈ രാജ്യത്ത് തെളിയിക്കാൻ ദൈവം ചില പത്രോസുമാരെ, ചില പൗലോസുമാരെ, സ്തെഫാനോസുമാരെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് ഞാനാകുമെന്ന് ഏത് സ്ത്രീയാകട്ടെ, ഏത് പുരുഷനാകട്ടെ, അത് പറയാൻ ഇന്ന് രാത്രി കഴിയുമെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ കൂടെ വരുന്ന ദൈവ സാന്നിധ്യം. Praise the Lord, praise the Lord, praise the Lord. Hallelujah. പക്ഷേ ദൈവം എന്താ ഇവിടെ നടക്കാത്തെന്നറിയാവോ? ദൈവം ഒരു പദപ്രയോഗം പറഞ്ഞിട്ടുണ്ട്, ഇവർ ദുശാഠ്യമുള്ള ജനമാണ്. ഇംഗ്ലീഷിലെ പദം ഭയങ്കര കട്ടിയാണ്. Stiff necked people. Stiff necked people. ആ പദം കേൾക്കുമ്പോൾ തന്നെ അറിയാം, മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കുക, കോളറൊക്കെ പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹൃദയം സ്റ്റബോണാണ്, ഭയങ്കര കഠിനപ്പെട്ടിരിക്കുക, അൺയീൽഡിംഗ് ആണ്, വഴങ്ങാത്തതാണ്. ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കാതെ ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ആളുകൾ റിബല്യസ് ആണ്, മത്സരിക്കുന്നവരാണ്. പ്രൗഡ് ആൻഡ് അൺടീച്ചബിൾ, അഹംഭാവവും. അതേപോലെ അല്ലെങ്കിൽ അവരെ ഉപദേശിക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യമുണ്ട്, അൺസർക്കംസൈസ്ഡ് ഹാർട്ട്. എന്താ, അവർക്ക് പരിച്ഛേദനയില്ലാത്ത ഒരു ഹൃദയം. ഇങ്ങനെയുള്ളവരുടെ നടുവിൽ ദൈവം വസിക്കുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നത്, ദൈവസന്നിധിയിൽ ഒന്ന് വീണ് കരയാൻ, ദൈവമേ ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് പറയുന്ന സ്ഥലമുണ്ടോ? അവിടെ ദൈവമഹത്വം ഇറങ്ങി വരും. ഹല്ലേലൂയ. ഈ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്ന രണ്ട് സ്ഥലത്തെ ഞാൻ കാണിച്ചു തരാം. ഒന്ന് സമാഗമന
സമാഗമന കൂടാരവും 2 ശലോമോ നിർമ്മിച്ച ദൈവാലയവും. സമാഗമന കൂടാരത്തിൽ ഞാൻ ആ വാക്യങ്ങളൊന്നും എടുക്കുക, നിങ്ങൾക്കറിയാവുന്ന പറഞ്ഞു പോകട്ടെ. സമാഗമന കൂടാരത്തിൽ ദൈവത്തിൻ്റെ തേജസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന നിമിത്തം മോശയ്ക്ക് അകത്തു കിടപ്പാൻ കഴിഞ്ഞില്ല. പുറപ്പാട് 40:35 യഹോവയുടെ തേജസ് സാന്നിധ്യം നിറഞ്ഞത് മൂലം ശലോമോ നിർമ്മിച്ച ആലയത്തിനകത്ത് പുരോഹിതന്മാർക്കകത്തു കടന്ന് ശുശ്രൂഷപ്പാൻ കഴിഞ്ഞില്ല. നോക്കൂ, ഈ 2 സ്ഥലത്തും ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു വന്ന് ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നു. അതെന്തിനെയാ കാണിക്കുന്നത്? ഹല്ലേലൂയ. നോക്കുക, പൊരുളായ ദൈവസഭയാണ് കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറയട്ടെ, ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, ദൈവ സാന്നിധ്യം ഇറങ്ങി വരാത്ത സഭ കേവലം മതസ്ഥാപനം മാത്രമാണ്. ദൈവ സാന്നിധ്യം ഇറങ്ങി വരാത്ത സ്ഥലം അത് കേവലം മതത്തിന്റെ പരിപാടിയാണ്. ദൈവ സാന്നിധ്യം താൽ നയിക്കപ്പെടാത്ത ആൾ ജഡീകൻ മാത്രമാണ്. എന്നാൽ ഇന്ന് രാത്രി ദൈവ തേജസ് ഈ ആലയങ്ങളിൽ വരാൻ കാരണം, അതോടൊപ്പം നമുക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് കൂടെ നമുക്ക് ചിന്തിക്കാം. അതിന് വരാൻ കാരണം, 1, അവർ ദൈവം പറഞ്ഞ മാനദണ്ഡത്തിൽ ആലയം പണിതവരാണിവർ. ആരാണ്? ശലോമോനും മോശയും. അവർ 2 പേരും ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാർ. അവർ 2 പേരും ലോകത്തിലെ ശക്തന്മാരായ നേതൃത്വം കൊടുക്കുന്നവർ. അവരുടെ 2 പേരുടെയും പക്കലിൽ ദൈവത്തിൻ്റെ ആലയങ്ങളുടെ ആ ബ്ലൂ പ്രിൻ്റ് കൊടുത്തു. അതിബുദ്ധിമാന്മാരുടെ കയ്യിലാണ് ഈ ബ്ലൂ പ്രിൻ്റ് കൊടുത്തത്. അവരുടെ അളവുകൾ അതിനകത്ത് ആഡ് ചെയ്തില്ല. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ നീളത്തിനനുസരിച്ച്, ദൈവം പറഞ്ഞ പൊക്കത്തിനനുസരിച്ച്, ദൈവം പറഞ്ഞ വീതിക്കനുസരിച്ച്, ദൈവം പറഞ്ഞതുപോലെ ഉപകരണങ്ങൾ വെക്കാൻ അവർ തയ്യാറായി. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കണമോ? അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരാൻ ഒന്നാമത്തെ കാരണം ദൈവം പറഞ്ഞതുപോലെ അവർ ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അവർ ദൈവത്തെക്കാൾ വലുതാകാൻ തയ്യാറായില്ല. പക്ഷെ ഇന്നോ ഹല്ലേലൂയ, ദൈവത്തിന്റെ ആലയത്തിനകത്ത് ദൈവഹിതത്തിനും ദൈവ ഇഷ്ടത്തിനും വിരുദ്ധമായ അളവുകൾ കൂട്ടിച്ചേർക്കുന്ന സ്വാർത്ഥ താല്പര്യർ അകത്തു കയറിയപ്പോൾ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. പണമുള്ളവനും ആൾബലമുള്ളവനും ചിലരുടെ ഇഷ്ടത്തിന് ദൈവസഭ നടത്തണമെന്ന് ശാഠ്യമുള്ളവർ അകത്തു വന്നപ്പോൾ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. ചിലരുടെ മർക്കടമുഷ്ടി തന്നെ കാരണമാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, സഭ നമ്മുടെ ഇഷ്ടത്തിന് പണിയാനുള്ള സ്ഥലമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പണിയാനുള്ള സ്ഥലമാണെന്ന് പറയാൻ ആമേൻ പറയുന്നവർ എത്ര പേരുണ്ട്? കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. എൻ്റെ ഇഷ്ടം നടപ്പിലാക്കുന്നൊരു സ്ഥലമല്ല ദൈവത്തിൻ്റെ സഭ. ഹല്ലേലൂയ. ഒന്ന് ശബ്ദം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് സഭ വരാൻ തയ്യാറായാൽ, ജനം വരാൻ തയ്യാറായാൽ, ലീഡേഴ്സ് വരാൻ തയ്യാറായാൽ, ഞാൻ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരും. അടുത്തത്, രണ്ടാമത്തെ കാരണം, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരാൻ കാരണം പുരോഹിതന്മാർ കൂറുകളുടെ ക്രമം നോക്കാതെ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. ദൈവം ഇറങ്ങി വരണമെങ്കിൽ വിശുദ്ധി വേണം. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധിയോടെ ആലയത്തിൽ നിലനിന്നാൽ ഞാൻ വിളിച്ചു പറയുന്നു, ദൈവം ഇറങ്ങി വരും. ആമേൻ പറയുന്നവർക്ക് കഴിയും. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ദൈവ സാന്നിധ്യം വരണമോ?
ഹല്ലേലൂയ. അത് ഏതു സഭയാകട്ടെ, ഏതു സംഘടനയാകട്ടെ, ഏതു കൂട്ടമാകട്ടെ, അവിടെ ഇറങ്ങുന്നത് വിശുദ്ധനായ ദൈവമാ. ആ ദൈവത്തിന്റെ മാനം എന്തെണ്ണമെന്താ? ഹല്ലേലൂയ. ഞാൻ ഉറക്കെ പറയാമോ? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഇന്ന് രാത്രി വിശുദ്ധിയുള്ള സ്ഥലത്തെ ദൈവ സാന്നിധ്യം വരികയുള്ളൂ. ഹല്ലേലൂയ. അടുത്തൊരു കാര്യം, 2 ദിനവൃത്താന്തം 5:13 പുരോഹിതന്മാരോടൊപ്പം കാഹളം ധ്വനിക്കുന്നവരും സംഗീതക്കാരും ഒത്തൊരുമിച്ച്, 2 പദമുണ്ട്, ഒത്തൊരുമിച്ച് ഏക സ്വരത്തിൽ യഹോവ നല്ലവനെന്ന് അവർ ആർത്തു പാടിയപ്പോൾ ദൈവമഹത്വം ഇറങ്ങി വന്നു. ഈ രാത്രി പെന്തക്കോസ്തരെ നമ്മുടെ നടുവിൽ ഒത്തൊരുമയുണ്ടായാൽ, ഹല്ലേലൂയ, ഏക സ്വരത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായാൽ അവിടെ ഇറങ്ങി വരാൻ എന്റെ ദൈവം തയ്യാറാ. കരങ്ങൾ താട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇന്ന് രാത്രി ഈ കൺവെൻഷന്റെ 1-ാമത്തെ ദിവസം, 1-ാമത്തെ സെഷനിൽ ശക്തിയോടെ വിളിച്ചു പറയുന്നു, ഒത്തൊരുമിച്ച് 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 ഏക സ്വരത്തിൽ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മുടെ നടുവിൽ അതിനു വേണ്ടിയുള്ള കാഹളം മുഴക്കി തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പക്ഷം തിരിഞ്ഞ് മത്സരിച്ച്, ഹല്ലേലൂയ, അപ്പൊല്ലോസിന്റെ പക്ഷമെന്നോ പൗലോസിന്റെ പക്ഷമെന്നോ വിളിച്ചു പറഞ്ഞു നടത്ത് എങ്ങനെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. എന്നാൽ ഒത്തൊരുമയോട് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? അതിന്റെ തുടക്കം അസംബ്ലീസ് ഓഫ് ഗോഡിൽ ആരംഭിച്ചിരിക്കുമ്പോ ന്യായം പറയാതെ ദൈവത്തിൻ്റെ അടുക്കൽ വരാൻ എത്ര പേരുണ്ട്? നീതീകരിക്കാതെ ദൈവസൽ വരാൻ എത്ര പേർക്ക് കഴിയും? ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഹല്ലേലൂയ. ന്യായം 100% നിന്റെ ഭാഗത്താണെങ്കിലും ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ഒന്ന് വിട്ടുകൊടുക്കാൻ ദൈവ സമൂഹം തയ്യാറായാൽ ഞാൻ പറയുന്ന ദൈവ സാന്നിധ്യം ഇതിനകത്തിറങ്ങി വരും. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. 100% നിന്റെ ഭാഗത്തായിരിക്കാം, താങ്കളുടെ ഭാഗത്തായിരിക്കാം. പക്ഷെ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, ഹല്ലേലൂയ, ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളവർ എത്ര പേരുണ്ട്? ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഈ ഗ്രൗണ്ടിൽ ഉള്ളവർ ശബ്ദമായി ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ഫിലിപ്പിയ ലേഖനം പറയുന്നു 2:1 മുതൽ പറയുമ്പോൾ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട്, ഏക ഭാവമുള്ളവരായി, ശാഠ്യത്താലോ ദുരഭിമാനത്തോലോ ഒന്നും ചെയ്യാതെ താഴ്മയോട് ഓരോരുത്തൻ മറ്റുള്ളവന് തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണാൻ തുടങ്ങി ദൈവത്തിന്റെ പ്രവൃത്തി ആലയത്തിനകത്ത് വെളിപ്പെട്ടു വരും. എത്രവർക്ക് കൊതിയുണ്ട്? ദൈവമേ, ഒരു കാലത്ത് ഞങ്ങളുടെ നടുവിൽ നടന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം ഒന്ന് മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അടുത്തടുത്തിരിക്കുന്നവരെ ആളിന് കരം കൊടുത്തു പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ എത്തവർക്ക് കഴിയും. അടുത്തിരിക്കുന്ന ആളിനൊന്ന് കരം കൊടുത്തേ. ഹല്ലേലൂയ. കരം കൊടുക്കാൻ മനസ്സുള്ളവർ ഒന്ന് കരം കൊടുത്തേ. ഒന്ന് ശക്തമായി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ രാത്രി ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടേണ്ടതുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് വരേണ്ടതുണ്ട്. എല്ലാ തരങ്ങളും തുറന്നു പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവമേ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ദൈവ മഹത്വമുണ്ട്. മഹത്വം നഷ്ടപ്പെട്ടു പോയി എന്ന് ഞങ്ങൾക്കറിയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പാപം മൂലം മഹത്വം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. ആലയങ്ങൾക്കകത്ത് ആരാധനയ്ക്ക് പകരം, ദൈവഹിതത്തിന് പകരം സ്വന്തം ഇച്ഛകൾ നടപ്പിലാക്കിയപ്പോൾ ദൈവം മഹത്വം നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരോട് പറയട്ടെ, തിരികെ പിടിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്.
തിരികെ പിടിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ കരം വിട്ടിട്ട് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയേ. എല്ലാ ദൈവമക്കളും കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയാട്ടെ. ഇന്ന് രാത്രി നമുക്ക് വേറെ എന്തു വേണം? നമുക്ക് പണമല്ല വേണ്ടത്, നമുക്ക് സ്ഥാനമല്ല വേണ്ടത്, നമുക്ക് ഹല്ലേലൂയ ഈ രാജ്യത്ത് വേണ്ടത് ദൈവത്തിൻ്റെ മഹത്വം തിരികെ വാങ്ങാൻ എത്രവർക്ക് ആഗ്രഹമുണ്ട്? ചില മിനിറ്റുകൾ എല്ലാ ദൈവമക്കളും ഒന്നതരം തുറന്ന് ശക്തിയോടെ ഒന്ന് ആരാധിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. നമ്മുടെ സ്റ്റീഫായി കിടക്കുന്ന അനുഭവങ്ങൾ, സ്റ്റിഫ്നെക്കഡായിട്ടിരിക്കുന്ന അനുഭവങ്ങൾ ഇന്ന് രാത്രി വഴിമാറി പോകട്ടെ. ഈ രാജ്യത്തിന് ആവശ്യം ഹല്ലേലൂയ ആത്മസാന്നിധ്യമുള്ള ജനം കയറി ചെല്ലുമ്പോൾ അന്ധകാര മേഖലകൾ തകരുന്ന ഒരു ആത്മപ്രവൃത്തി നടക്കണ്ടേ. അഭിഷേകമുള്ളവർ ആദരങ്ങളെ ചലിപ്പിച്ചു തുടങ്ങൂ. അഭിഷേകമുള്ളവർ ആദരങ്ങളെ ചലിപ്പിച്ചു തുടങ്ങൂ. നാളെ ഇങ്ങനൊരു യോഗം നടക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ശക്തമായി ദൈവത്തെ സ്തുതിച്ചാട്ട്, ശക്തമായി ദൈവത്തിന് ആരാധന കൊടുത്താട്ട് ഈ രാത്രി ദൈവ മഹത്വം ഇറങ്ങി വരട്ടെ. അന്യഭാഷകളിൽ അല്പസമയം സ്തുതിച്ചാരാധിച്ചാട്ട് ഞാനിത് പറഞ്ഞ എൻ്റെ മുമ്പിൽ ടൈം തീർന്നിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി ആത്മാവിന്റെ പ്രവൃത്തി ഇതിനകത്ത് ആളവാക്ക ദൈവശക്തി ഈ രാത്രി വെളിപ്പെട്ടു വരട്ടെ.